മൂന്നാർ മാട്ടുപ്പെട്ടിയിൽ വഴിയൂര കട ആക്രമിച്ച കാട്ടാനയായ പടയപ്പ കുറ്റിയാർ വാലിയിൽ രാത്രി ഇറങ്ങിയ പടയപ്പ കൃഷിയും കാര്യമായി നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചിത്രമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പടയപ്പ ഒരു നിറഞ്ഞ സാന്നിധ്യമായി കഴിഞ്ഞു ഈ മൂന്നാർ മേഖലകളിൽ. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഈ പടയപ്പയെ കൊണ്ട് വലിയ ആക്രമണം ഉണ്ടായോ? വലിയ അക്രമമല്ല, എന്നാലും ചെറുതല്ലാത്ത വിധത്തിൽ ആ കട ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ കുഴപ്പമില്ല, പടയപ്പ ശാന്തനാണ്, ആളുകൾക്ക് നേരെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഏതെങ്കിലും നാശനഷ്ടം ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിനൊരു മാറ്റം വന്നിരിക്കുന്നു. ഇന്ന് പുലർച്ചയോട് കൂടിയാണ് മാട്ടുപ്പെട്ടി എക്കോ പോയിന്റിന് സമീപമുള്ള ആ വഴിയോര കട ആക്രമിച്ചത്. പച്ചക്കറി ഉൾപ്പെടെ, ഈ ചോളം ഉൾപ്പെടെ ഉള്ള ഒരു കടയാണ്. അതിൻ്റെ അകത്തുനിന്ന് ചോളം ഉൾപ്പെടെ ഈ കാട്ടാന എടുത്ത് ഭക്ഷിക്കുകയും ചെയ്തു. അതിനു മുമ്പ് കുറ്റ്യാർ വാലിയിലെ ലൈനിലോട് ചേർന്നാണ് പടയപ്പ ഉണ്ടായിരുന്നത്. ഏറെ നേരം അവിടെ നിൽക്കുകയും ആ പ്രദേശത്തെ വാഴ ഉൾപ്പെടെയുള്ള കൃഷികൾ നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പിന്നീട് RRT വിവരം അറിയിച്ചു. RRT എത്തി ആനയെ തുരത്തിയതിനു ശേഷമാണ് പടയപ്പ മാട്ടുപ്പെട്ടിയിലേക്ക് എത്തുകയും വഴിയോരക്കട ആക്രമിക്കുകയും ചെയ്തത്. നിലവിൽ എന്തായാലും ഈ കാട്ടാന ജനവാസ മേഖലയിൽ തന്നെ, അതായത് മാട്ടുപ്പെട്ടി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ ഉൾപ്പെടെ ആ കാട്ടാന ഇറങ്ങി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.